നമസ്കാരം. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജുകൾ എന്താണെന്ന് നോക്കാം. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആലോചിക്കുക. ദ മജീഷ്യൻ, ടു ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, നയൻ ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, ജസ്റ്റിസ് ആൻഡ് ദ സൺ. ഈ ഒരു സ്പ്രെഡിൽ വരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഇപ്പോൾ വളരെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്. അവർക്ക് നിങ്ങളെ ഏത് വിധേനയും തിരികെ നേടണമെന്നുള്ള ഒരാഗ്രഹത്തിലാണ് അവരിയ്ക്കുന്നതും. അതിനായി അവർ നിങ്ങളെ ഒത്തിരി ചേസ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ ഒത്തിരി ആളുകളോട് അന്വേഷിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ സൗഹൃദം, അവരുടെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകളോട് സംസാരിക്കുന്നു. ഇതിലൊരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനം, ലവ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ് ഈ മജീഷ്യൻ കാർഡിലൂടെ വരുന്ന മെസ്സേജ്. ആൻഡ് ഓൾസോ ക്വീൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന, സിംഗിളായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലുള്ള ആളാണ്. അതായത് നിങ്ങളെക്കുറിച്ച് വളരെയധികം റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അവരത് മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിൽ നേടുക എന്നുള്ളത് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്, നിങ്ങളൊരു ഫുൾഫിൽമെൻ്റ് ആണ് എന്നുള്ള ഒരു എനർജിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അത് തന്നെയാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കാർഡ് പേജ് ഓഫ് സോർട്സിലൂടെ വരുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയിൽ വരുന്ന സമയത്ത് തന്നെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അവർ കുറച്ചും കൂടി ഇമോഷണലി ചിന്തിക്കുന്നതിനൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അവിടെ ഒന്ന് ആലോചിക്കുന്ന, അതായത് കുറച്ചുകൂടി എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ആക്ഷൻ എടുത്താൽ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കൂടി ആലോചിക്കുന്ന ഒരു എനർജിയാണ്. എന്തായാലും നിങ്ങളാണ് അവരുടെ പ്രകാശം, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്നത് എന്നുള്ളത് വളരെയധികം ഒരു ഹാപ്പിനെസ്സോടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സൺ കാർഡിലൂടെ ആ ഒരു മെസ്സേജാണ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും റെസൊനേറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു. റെസൊനേറ്റ് ആകുന്നവരെടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. എല്ലാവർക്കും താങ്ക് യു.